കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളവാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ ആ വെങ്കല ഗരുഡ ശില്പം കാണാം. അതുപോലെ തന്നെ കുചേലൻ്റെ ശില്പവും കാണാം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് കഴിഞ്ഞ് നേരെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ കൊടിമരവും അതേപോലെ ആ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി അങ്ങോട്ട് കയറുകയാണ്. അങ്ങോട്ട് കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കൊക്കെ കാണാം. വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണും നോക്കിയിട്ട് നമ്മൾ തൊഴുത് നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുക. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമായിട്ടുള്ള കാഴ്ച. ആദ്യം തന്നെ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാം. അതിങ്ങനെ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. പിന്നെയാണെങ്കിലോ കുറച്ച് വലിയ ആളുടെ മാതിരിയാണ്. വലിയ പാവുണ്ട് എടുത്തിട്ടുണ്ട്, കസവുമുണ്ട്. വലിയ മുണ്ടെടുത്ത് അതിൻ്റെ മുകളിലൊരു മുണ്ട് പിന്നെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, അരയിൽ കെട്ടിയിട്ടുണ്ട്. വലിയ ആളായിന്നാ. പക്ഷേ ആൾ ചെറിയ ഉണ്ണിയാണ്, 2-3 വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളൂ. പക്ഷേ ആളുടെ നിൽപ്പും ഭാവമൊക്കെ കണ്ട ബലരാമേട്ടൻ്റെ മാതിരിയാണ്. ഞാൻ വലിയ ആളായിരുന്നു എന്ന് പറഞ്ഞിട്ടേ അമ്മോട് ശാഠ്യം പിടിച്ച്, യശോദാമ്മോട് ശാഠ്യം പിടിച്ച് അങ്ങനെ അണിയിച്ചൊരുക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഏട്ടനെ പോലെ ആവണം, എനിക്ക് മുണ്ടിറ്റണം എന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ആ മുണ്ടൊക്കെ വാങ്ങി ചിറ്റിയെണ്ണാണ്. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. അതിൻ്റെ മുകളിൽ ഇങ്ങനെ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണാണ്ട് അതിൻ്റെ മുകളിലാണ് പാവുണ്ട് വീണ്ടും ചിറ്റിയെണ്ണത്. അരയിൽ ഇങ്ങനെ കെട്ടിയെണ്ണ വലിയ ആളായി എന്നുള്ള നിലയിൽ. എന്നിട്ടോ കയ്യിൽ നോക്കുമ്പോൾ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. വലത്തെ കയ്യിൽ വെണ്ണുരുളുണ്ട്, അതും മാറത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കയ്യിലോ പൊന്നോടക്കുഴലുണ്ട്, അതും മാറത്ത് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. 2 മാർത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരുന്ന ആ മേലൊക്കെ ആവില്ലേ, എന്താ ഉണ്ണി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അമ്മ അങ്ങനെ പറയണുണ്ട്. ആ ഒരു കാഴ്ച. എന്നാലും ആ ഒരു ഞാൻ വലിയ ആളായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. മുഖത്ത് ആ ഒരു പുഞ്ചിരിയാണ്. ഞാൻ വലിയ ആളായി എന്നുള്ള ആ ഒരു എന്താ പറയുക, ചെറിയൊരു ഗൗരവമൊക്കെ ഉണ്ടാവില്ലേ വലിയ ആൾക്കാരായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് സന്തോഷവും എല്ലാം കൂടിയിട്ടാണ്. മാറത്തൊരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ പീലിത്തിരുമുടി കെട്ടിയിട്ടുണ്ട്. കളപ്പം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 തിരുമുടിമാല ഉണ്ട്. ഒന്ന് വെളുത്ത പൂവും പിന്നെ ഒന്ന് തെച്ചി ഒക്കെ സെപ്പറേറ്റായിട്ട്. അതേപോലെ 2 ഉണ്ടമാലയുണ്ട്. ഉണ്ടമാല എന്താ വെച്ചാൽ വെളുത്ത പൂവിൻ്റെ ഒന്ന്, അതിൽ ലേശം തെച്ചിയുണ്ട്, പിന്നെ താമരമാല മാത്രം. അങ്ങനെ 2 ഉണ്ടമാല. എല്ലാം കൂടി വളരെ മനോഹരമായിട്ട് ആ മുണ്ട് ചുറ്റി ഇങ്ങനെ നിൽക്കണ കണ്ടാൽ തന്നെ നല്ല രസമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ്. അങ്ങനെ എല്ലാവരുടെയും മനസ്സ് ഇപ്പോൾ ആ സോപാനപ്പടിയിൽ വന്ന് ആ ഉണ്ണിയെ കാണുകയാണ് കേട്ടോ. അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക, ആ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ വന്നിട്ട് നമ്മൾ കാണുന്ന കാഴ്ച. അതിനെ കണ്ട് ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ പ്രാർത്ഥന ഭഗവാൻ കൈക്കൊള്ളും. അത് കഴിഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയും ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശൻ്റെ അടുത്ത് വരിക, ഗണേശനെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കാണാം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. വീണ്ടും അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ബോധിക്കൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നെ വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴാം. അതിനുശേഷം ആ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക.
നമസ്കാരം കഴിഞ്ഞിങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ നമ്മളെ തന്നെ നോക്കി അനുഗ്രഹിച്ചിരിക്കുന്ന ആ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഭീഷ്മരുടെ ആ ഒരു ശരശയ്യയിൽ കിടക്കുന്ന ആ ഒരു കാഴ്ച കാണാം. അത് കണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും ദശാവതാരത്തിലെ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്തെത്തി ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അവിടെ പ്രാർത്ഥിച്ച് വീണ്ടും നമ്മൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിന് ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ ആ കൊടിമരം കണ്ട് തൊഴാം. അതേപോലെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറിയും കെടാവിളക്കൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിന് വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിലെത്തി ചന്ദനവും തീർത്തും വാങ്ങിയിട്ട് നമുക്ക് നേരെ എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ മുന്നിലെത്തി അമ്മയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് കഴിഞ്ഞാൽ നേരെ കോർണറിലെത്തിയാൽ തിരിഞ്ഞ് നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്ത് അവിടെ നിന്ന് പോരുമ്പോൾ നമുക്ക് മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയാവും. വീണ്ടും നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വലിയ ചെറിയ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. അങ്ങനെ നമ്മൾ കൂത്തമ്പലത്തിൽ വന്ന് തൊഴുത് നമസ്കരിക്കാം. ആ കെടാവിളക്ക് കാണാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. ഇന്നലെ വൈകുന്നേരം നല്ല രസമായിരുന്നു കേട്ടോ അയ്യപ്പസ്വാമിയുടെ ഒരു അലങ്കാരം. ഒരു കാല് പൊന്തിച്ച് വെച്ച് മറ്റേ കാല് താഴ്ത്ത് വെച്ച് അങ്ങനെ നല്ല രസമായിട്ട് പീലിയൊക്കെ ചൂടിയിട്ടായിരുന്നു. അതേപോലെ ഇന്നലെ ഗണേശൻ്റെയും ഒക്കെ പീലി ചൂടിയിരുന്നു. വളരെ രസമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ട് പിന്നെ പടിഞ്ഞാറ് നടയിലെത്തിയ ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ കാളിയമർദ്ദന രൂപിയെ കാണാം നടുക്ക് നോക്കിയാൽ. പിന്നീട് നാരായണാലയത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഇടതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. അവിടെ തൊഴുത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നെ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.